പാപ്പാന്റെ കൈപ്പിടിയിലുള്ള ആഞ്ഞല്ലേ, അപ്പൊ പാപ്പാനൊരു പേടി എന്തെങ്കിലും രീതിയിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാപ്പാനെ അനുസരിക്കുമെന്ന് പേടിയായിട്ട് പാപ്പാനെ ഈ ആന മീറ്റ് ചെയ്യാൻ ചെല്ലുമ്പോ ചുമക്കും. ഇപ്പോ ഗണേഷ് കുമാർ സാർ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആനകള് മുറിവുണ്ടെങ്കിൽ അത് തൊട്ട് കാണിക്കും എന്നുള്ള രീതിയിൽ. അത് ശരിയാണ്? ശരിയാണ്. ചില ആനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഡോക്ടറാണെന്നുള്ളൊരു ബോധ്യം ആനയ്ക്കും. ഇഞ്ചക്ഷൻ ചെയ്യും, ആന കാണുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും. അതുപോലെ തന്നെ മുറിവുകൾ ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ടാവും. മുൻകാല പരിചയം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആനയ്ക്ക് മനസ്സിലാവും ഇത് ഡോക്ടറാണ്, മരുന്ന് ചെയ്യാനായിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ. കള്ളൻ്റെ കയ്യിലാണ് താക്കോൽ കൊടുത്തേക്കണം, ഈ ആന ജീവിച്ചിരിക്കണം, എത്ര കാലം ജീവിച്ചിരിക്കണം എന്ന് പറയണം, അല്ലെങ്കിൽ അത് മണ്ണായി പോവും. അത് അതിന്റെ കൊമ്പിന് വളർച്ചയുള്ള കൊമ്പ് ആരെങ്കിലും എടുത്ത് അത് വേറെ രീതിയിൽ ഐവറി ഇതായിട്ട് അങ്ങനെ പോവും. അപ്പൊ ഈ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നതിന്റെ രീതിയാണ് ഈ കൊമ്പനാനകളെ മനുഷ്യൻ വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണല്ലോ നിലനിൽക്കുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നത്. റിയാലിറ്റിയിൽ ആനകൾ പച്ചപ്പാവാണ്, ആനകൾ ഉപദ്രവിക്കില്ല. എത്രയോ ആനകൾ ഇവിടെ തൃശ്ശൂർ ടൗണിൽ അങ്ങ് കിടന്ന് നടക്കുമ്പോൾ ആനകൾ ആനയുടെ വഴിക്ക് പോകണം, നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. ആന പാപ്പാൻ പറഞ്ഞത് കേട്ടങ്ങ് നടക്കണം, ആനയ്ക്ക് വേറെ ഇല്ല. പിന്നെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നിവൃത്തിയില്ല, അത് നമ്മുടെ കൺട്രോളിലെല്ലാം നിൽക്കണം. ഇന്നും ആനേനെ കുളിപ്പിക്കുന്നത് ഒരു 5-6 പേര് പാപ്പന്മാരൊക്കെ ഉരച്ച് വൃത്തിയാക്കി. ഇതൊക്കെ കാട്ടിലെ ആനകൾക്ക് എവിടെ കിട്ടുക? ഇപ്പം നാട്ടിൽ നമ്മളിങ്ങനെ ഉത്സവ ആചാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ആനപ്രേമികളൊക്കെ ഉള്ളതെന്നാണ്. ആണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആരാ ഇപ്പൊ ഇത് നേരെ നമ്മൾ തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ ഈ നാടനാനകൾക്ക് ഇവിടെ ഇണചേരല് കേരളത്തിന് അനുവദിച്ചിട്ടില്ല. ഇല്ല, അനുവദിക്കേണ്ടതല്ല വിഷയം, അങ്ങനത്തെ വിഷയമല്ല. കാരണം ഇത് മെയിലും ഫീമെയിലും വേണമല്ലോ. ഇപ്പൊ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ പിടിയാനകളാണെങ്കിൽ നമ്മളിപ്പോൾ ആസാമിൽ നിന്നൊക്കെ കുറച്ച് പിടിയാനകൾ വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ പിടിയാനകളും 50+ ആനകളാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഒരു 15 to 20 years ഉള്ളിൽ മീറ്റിംഗ് ആരംഭിക്കണം, എന്നാലേ നടക്കുള്ളൂ. ആ പ്രായത്തിൽ മേറ്റ് ചെയ്യാനായിട്ടുള്ള ആനകൾ കുട്ടികൾ ഇവിടെ ഇല്ല, പണ്ടുണ്ടായിരുന്നു. പിന്നെ ആനകൾ ഇവിടെ വന്ന് പ്രസവിക്കാറുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ഗർഭിണികളായിട്ടുള്ള ആനകൾ ആസാമിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കൊല്ലത്തൊക്കെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ആന ഒരു വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തറവാട് നശിച്ചു പോകുന്നുള്ള ഒരു കൺസെപ്റ്റ് പണ്ട് മുതലുണ്ട്. ആ തറവാട് നശിച്ചു കൊണ്ട് വേറെ ഒന്നുകൊണ്ടല്ല, ഒരാന മീറ്റിങ്ങിന് തയ്യാറെടുക്കുക, അത് കഴിഞ്ഞ് പ്രസവിക്കുക, അതിനെ വളർത്തുക. മൊത്തം ഒരു 6 വർഷം, 6 to 8 വർഷം ആ പിടിയാനനെ നമ്മൾ വേറൊരു ജോലിക്കും വിടാതെ വളർത്തണം. അപ്പോൾ 8 വർഷം ആ പിടിയാനനെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കൊമ്പനോ പിടിക്കുട്ടിയെ കിട്ടും. പക്ഷെ അന്ന് കാലത്ത് പണിക്ക് ആണ് അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്നവർ പിന്നെ ഒരിക്കലും ഈ ഒരു 8 വർഷം വെറുതെ ഐഡിയലായിട്ട് ഗർഭിണിയായി മീറ്റിങ്ങിന് മുന്നേ വർക്കിന് പോയി കഴിഞ്ഞാൽ മീറ്റ് ചെയ്ത കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. പിന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ പാലൂട്ടുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു 8 വർഷത്തോളം ഒരു ആനേനെ മെയിൻറ്റെയിൻ ചെയ്യണം, പിടിയാനേനെ. അതാരാ ചെയ്യുക? അതുകൊണ്ട് അത്രയും തറവാടുകൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചെലവല്ലേ, അതാണ് തറവാട് നശിച്ചു പോകുമെന്ന് പറയാൻ കാരണം. അങ്ങനെ ആരും ചെയ്യില്ല. അല്ല 6 to 8 വർഷം വരെ ചെലവിന് കൊടുക്കാന്ന് പറയുമ്പോ, ഇൻകം ഇല്ലാതെ ചെലവിന് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു ഇതുകൊണ്ടാണ് അന്ന് കാലത്ത് ഇതിനെ. എന്നാലും ചെയ്തിട്ടില്ല, പണ്ട് കാലത്തൊക്കെ മനകളിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇത് നമുക്ക് കുട്ടികളെ കാട്ടിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മള് അതിനുവേണ്ടി മെനക്കെടുന്നത്? ഒരു സോഴ്സ് നമുക്കുണ്ടല്ലോ. സോഴ്സ് ഉള്ള കാരണം കൊണ്ട് ഇപ്പം നമ്മൾ അതിൽ AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്ക് വരെ നമ്മൾ പണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഗുരുവായൂർ നമ്മളത് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അത് ചെയ്തില്ല. AI ടെക്നിക്ക് ചെയ്യാൻ നോക്കി, അതിൽ ഫോറിനർ വന്നിട്ട് അവര് ഈ സെമൻ കളക്ട് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ നോക്കി. പിന്നെ മെയ്റ്റ് ചെയ്യാൻ നോക്കി. മെയ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പാപ്പാന്റെ കൈപ്പിടിയിലുള്ള ആഞ്ഞല്ലേ, അപ്പൊ പാപ്പാനൊരു പേടി എന്തെങ്കിലും രീതിയിൽ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാപ്പാനെ അനുസരിക്കുമെന്ന് പേടിയായിട്ട് പാപ്പാനെ ഈ ആന മെയ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ ചുമക്കും. അപ്പോ ഗുരുവായൂർ സംഭവിച്ചതാ. ഹേമൽ സാറ് ഞങ്ങൾ കൂടിയിട്ട് ഒരു മീറ്റിങ്ങിന് എല്ലാം റെഡിയാക്കിയതാ. അപ്പൊ മെയ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു. മരുന്ന് നമ്മൾ ഫീമെയിലിനെ മെയ്റ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷനൊക്കെ ആക്കി, ഇഞ്ചക്ഷൻ കൊടുത്ത് സൈക്കിളൊക്കെ ആക്കി മെയിലിനെ വിട്ടു. മെയില് ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ നേരത്ത് പാപ്പാനൊരു ചുമയ്ക്കും. അപ്പോ ആന പിന്നെ മൗണ്ട് ചെയ്യില്ല, കാരണം പാപ്പാന്റെ കൺട്രോളിലാണല്ലോ. അപ്പൊ പാപ്പനെ താല്പര്യമില്ല മീറ്റ് ചെയ്യണത്, അപ്പൊ ഒരു ചുമയ്ക്കും, അപ്പൊ മീറ്റ് ചെയ്യില്ല. അങ്ങനെ ആ പ്രോഗ്രാം അന്ന് ക്യാൻസലായി. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു അവിടെ, പക്ഷെ അത് നടന്നില്ല. പിന്നെ ഇപ്പൊ ആനകളുടെ ഗർഭകാല പരിചരണം ശരിക്കും അത് ചെലവേറി, ഞാൻ പറഞ്ഞില്ല ചെലവാണ്. കാരണം 22 മാസമാണ് 22 to 24 മാസമാണ് ഗർഭകാലം.
അത് കഴിഞ്ഞ് പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ അത് വളർന്ന് വലുതായി ഒരു 4-5 വയസ്സ് വരെ മുലപ്പാൽ കുടിച്ച് വളരണം. അപ്പോൾ അതൊരു എന്താ പറയുക, നമ്മുടെ കൺസേണിൽ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ ഒക്കെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത്. അത് പോയി ഇപ്പോൾ ഒരു 4 വർഷമൊക്കെ തള്ളയും കൂട്ടി പരിരക്ഷിക്കാന്ന് പറയുന്നത് ഒരു ചെലവേറിയ കാര്യമായതുകൊണ്ട് ആരും അതിന് പ്രിഫർ ചെയ്യണില്ല. വല്ല കാഴ്ച ബംഗ്ലാവിലോ സൂലൊക്കെ ചെയ്യാന്നല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോൾ കാട്ടിൽ ഇപ്പോൾ ഫോറസ്റ്റിന്റെ ക്യാമ്പുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മുതുമലയിലോ അല്ലെങ്കിൽ കോടനാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കാലത്ത് ഇങ്ങനെ പ്രസവിക്കുന്നു, കോന്നിയിൽ അങ്ങനെ പ്രസവിച്ച് പാല് കുടിച്ച് പിന്നെ വളർന്നു വലുത്. അത് പക്ഷെ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത്രയും കാലം ഒന്നും നമ്മുടെ ആളുകൾക്ക് അതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയുടെ ഒരു കുറവുണ്ട്. ഇപ്പോൾ ഗർഭകാല പരിചരണം അല്ലാണ്ട് ഇപ്പൊ പ്രസവത്തിനുള്ള എന്തെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പ്രസവം വെച്ചാൽ നമ്മൾ ആസാമിൽ നമ്മളൊരു ട്വിൻസിന്റെ കേസ് പ്രസവം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫിക്കൽറ്റി വന്നിട്ട് നമ്മളത് സിസേറിയന്മാര് അത് ചെയ്തെടുത്തിട്ട് കുട്ടികളെ എടുത്തിട്ടുണ്ട്. പിന്നെ അവര് വളർന്ന് വലുതായിട്ടുണ്ട്. ഇപ്പൊ അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 10-12 വയസ്സായി കാണും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവർ വളർത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ നോർമൽ പ്രൊസീജിയർ ആണത്. മറ്റുള്ള മൃഗങ്ങളന്മാര് തന്നെ അത് നിന്ന് തരും. ഇപ്പൊ തായ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. തായ്ലാൻഡിലൊക്കെ ഇങ്ങനെ പ്രസവമൊക്കെ സാധാരണ ഒരു ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ പ്രസവിക്കുന്നതാ കാട്ടിൽ തന്നെ. നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മളതിന് നമ്മുടെ ഉപയോഗം അവരുടെ ഉപയോഗം തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് അത് പ്രസവിച്ചാൽ ആ ഗ്രൂപ്പിനെ കാണിച്ചു കൊടുത്തിട്ടാണ് കാശ് മേടിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇവിടെ ഉത്സവങ്ങൾ പങ്കെടുക്കുക, അതാണ് നമ്മുടെ കഷ്ടം. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ നിർത്തിയിട്ടും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കഷ്ടം. നോർത്ത് ഇന്ത്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പ്രോഗ്രാമുകൾക്ക് ചടങ്ങുകൾക്ക് തന്നെ കൊണ്ട് നടക്കുക, കല്യാണങ്ങൾക്ക്, ഇതൊക്കെയാണ് ഓരോ സ്ഥലത്തും ഓരോ സിസ്റ്റം ഉണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ നെറ്റിപ്പട്ടൊക്കെ കെട്ടി എഴുന്നള്ളിപ്പോ തൃശ്ശൂർ പൂരം, ആറാട്ടുപൂരം, അങ്ങനെ പൂരങ്ങളൊക്കെ ഉള്ളത്. ഇതിപ്പോ കണ്ണൂര് പോയി അത് ഉണ്ടാവണമെന്നില്ല. കണ്ണൂര് തെയ്യങ്ങളുടെ നാടാ, എന്നാലും എല്ലാ അമ്പലത്തിലൊക്കെ ഉണ്ടാവുന്നു മാത്രം. കാസർഗോഡ് അതുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല വ്യത്യസ്തമായ രീതികളാണ്. അത് കേരളത്തിൽ ഇപ്പോൾ മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. പാലക്കാട്, തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം, ഇവിടേക്കാണ് പൂരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉള്ളത്. അപ്പൊ അതിന് ആന വേണം. അതിന് നോക്കുമ്പോ ഇപ്പൊ ആകെ 10,350 ആനകളേ ഉള്ളൂ. 10,000 ആനകൾ ഉണ്ടായിരുന്നതാ. ആനകളെ 2022 ശേഷം അവിടെ വന്നിട്ടില്ല ശരിക്കും ആനകള്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കി ആന കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പൊ കേരള ഗവൺമെന്റ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. കേരള ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NOC കൊടുത്താൽ മതി. NOC കൊടുക്കണ്ടേ? NOC കൊടുക്കുന്നത് അവർ പറയണത് എന്തോ ഓണർഷിപ്പിൽ എന്തോ പ്രൊവിഷണൽ ഓണർഷിപ്പ് കാരണം കൊണ്ടാണ് NOC കൊടുക്കാൻ പറ്റില്ലെന്ന് പറയും. പ്രൊവിഷണൽ ഓണർഷിപ്പ് ആയാലും ഒറിജിനൽ ഓണർഷിപ്പ് ആയാലും ഓണർഷിപ്പാണല്ലോ. അപ്പൊ അത് കൊടുത്താൽ കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ അത് ഗവൺമെന്റിന്റെ താല്പര്യം ഉണ്ടാവണം. ഗവൺമെന്റ് അത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആന അടുത്ത് തന്നെ വരും. കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി അതാ പറഞ്ഞത്. ഗവൺമെന്റ് അത് എന്തായാലും ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം ആനനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഉള്ള ആനകൾക്ക് പവർ വർക്കാ. ഒരു കമ്പനിയിൽ 100 പേരുണ്ട്, അത് 20 പേരായി. 20 പേര് തന്നെ 100 പേരെ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 പേര് എത്ര കാലം ജീവിച്ചിരിക്കും? അപ്പൊ 100 പേര് തന്നെ വന്നാൽ 100 പേരുണ്ടെങ്കിൽ ആ കമ്പനി വർക്ക് ചെയ്യുള്ളതായിരിക്കും. പക്ഷെ ഇപ്പൊ 20 പേരുള്ളൂ. അപ്പൊ ആ അവസരം നിൽക്കുന്നത്. അപ്പൊ എത്രയും വേഗം ആ 20 പേരിന്ന് അത് 80 പേര് 50 പേരെങ്കിലും ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനാ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആളുകളൊക്കെ എന്തിനാ എത്ര ആനകൾ വരണേ, എന്തിനാ കാട്ടിൽ നിന്നോട്ടെ. കാട്ടിൽ അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല. ഇപ്പൊ അരിക്കൊമ്പനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അരിക്കൊമ്പ എവിടെയാന്ന് ആർക്കും അറിയില്ല. അത് ഒരു ക്രൂരതയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും അതിന് നമ്മളിപ്പോഴും ഇന്റർനാഷണലി പറയുന്ന ഒരു കാര്യമാണ് പാണ്ടാസ് എന്ന് പറയുന്നത്. ചൈനയിലൊക്കെ വംശനാശം കൊണ്ട് ഇല്ലാണ്ടായി. അപ്പൊ അതിന്റെ ഒരു ചർച്ചയിൽ വന്നത് ഞാൻ പങ്കെടുത്ത. അപ്പൊ അന്ന് അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവര് ഇന്റർനാഷണൽ ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ പറഞ്ഞതറിയോ, കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കൂ, എന്നാൽ മാത്രമേ മുതലുണ്ടാവുള്ളൂ. ശരിയാണോ? ഒരു കള്ളനുണ്ട്, അയാളില് എൻ്റെ കയ്യിൽ 50,000 രൂപയുണ്ട്, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവാ. അപ്പൊ ഒരു കള്ളനുണ്ട്, അവൻ കള്ളൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഇതിന്റെ ഉള്ളിൽ 50,000 രൂപയുണ്ട്, ഇതിന്റെ താക്കോല് നീയെ പിടിച്ചോളാൻ പറയണം. ഞാൻ തിരിച്ചു വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? 50,000 അവിടെ ഉണ്ടാവും, ഉറപ്പല്ലേ? കാരണം ഞാൻ കള്ളൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ഞാൻ ആരോടത്തും പറയാതെ ഞാൻ എവിടെയെങ്കിലും താക്കോല് ഒളിപ്പിച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 50,000 ഉണ്ടാവുമോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അന്ന് നമ്മുടെ ആളുകൾ, അന്നത്തെ ഇന്റർനാഷണൽ സയന്റിസ്റ്റ് പറഞ്ഞത് ദ കീ ഗീവ്സ് ടു ദ തീഫ് എന്നൊരു കൺസെപ്റ്റാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഈ കൺസെപ്റ്റ് നിങ്ങൾ ഇപ്പോഴല്ലേ, ഞാൻ 2002 ദുബായിൽ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇത് 500 വർഷം മുന്നേ കേരളത്തിൽ നടപ്പിലായിട്ടുള്ള കാര്യമാണ്. ഈ താക്കോല് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കണം ആനയുടെ. അതുകൊണ്ടല്ല നാട്ടാനാണ് ഞങ്ങൾ നോക്കണത്. അല്ലെങ്കിൽ നാട്ടാന എന്നാ ഇല്ലാണ്ടായനെ. കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോൽ. അപ്പൊ മനുഷ്യന്റെ കയ്യിൽ തന്നെ കൊടുത്തു, കൊമ്പ് പിടിച്ചിട്ട്, ഈ കൊമ്പ് പിടിച്ചിട്ട് നീ കൊണ്ടുനടന്നോ?
അതെ അതെ. അപ്പൊ ഈ കൊമ്പനാനകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ വരണം. ബാക്കി അവിടെ പോയാലും കൊമ്പനാനെ കാണാൻ പറ്റില്ല. വളരെ മനോഹരമായ കൊമ്പുള്ളവരെ ഇത് കാണാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളെക്കാളും വലിയ സയന്റിസ്റ്റുകളായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ തെറ്റില്ലല്ലോ. ഇപ്പോഴല്ല, എത്രയോ ഇപ്പൊ എന്താ പറയാ, ഗുരുവായൂർ കേശവൻ ഞാൻ ജനിക്കുന്നതിന് മുന്നേ എത്രയോ ആനകൾ ഉണ്ടായിരുന്നു ഇവിടെ. കച്ചാങ്കുറിശി ആന, അതൊക്കെ എത്ര വലിയ വലിയ ആനകൾ. അപ്പൊ ഈ ആനകളൊക്കെ നമ്മളെന്തുകൊണ്ട് അത് കള്ളൻ്റെ കയ്യിലാണ് താക്കോല് കൊടുത്തേക്കണ്. ഈ ആന ജീവിച്ചിരിക്കണം, അത്ര കാലം ജീവിച്ചിരിക്കണം എന്ന് പറയണം, അല്ലെങ്കിൽ അത് മണ്ണായി പോവും. അത് അതിന്റെ കൊമ്പിന് വളർച്ചയുള്ള കൊമ്പ് ആരെങ്കിലും എടുത്ത് അത് വേറെ രീതിയിൽ ഐവറി ഇതായിട്ട് അങ്ങനെ പോവും. അപ്പൊ ഈ കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നതിന്റെ രീതിയാണ് ഈ കൊമ്പനാനകളെ മനുഷ്യൻ വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണല്ലോ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നത്. ഈ ആനനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ആന മനുഷ്യന്റെ ഒരു സഹജീവിയായി മാറിയത് എപ്പോഴാണ്? അത് നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഉത്സവം, പൂരം, അതിന്റെ കൂടെ നിർത്തി അതിന്റെ സ്നേഹം. നമ്മൾ ഇതേപോലെ മറ്റേ പുലിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇതേപോലെ കടുവനെ സ്നേഹിച്ചിട്ടുണ്ടോ? അവരെ നമ്മൾ കണ്ട ഭീകരമായിട്ടുള്ളൊരു രൂപം നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ആന എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ആന നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, എന്നെ കണ്ട നോക്കും, അങ്ങനെ ചെവിയായിട്ട് നമ്മൾ അതിനോടൊരു സ്നേഹം വന്നത് എന്തുകൊണ്ടാണ്? അടുത്തിടപഴകിയാലാണ് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുക. ദൂരെ നിന്നിട്ടുള്ള സുഹൃത്ത് ബന്ധമല്ലല്ലോ. അതുപോലെ ആനയെ അടുത്ത് ഇടപഴകാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ആരാ? നമ്മുടെ ആൻസസ്റ്റേഴ്സാ, കാരണന്മാരാ. അപ്പൊ അവരെ നമ്മൾ നമിക്കുകയാണ്. കാരണം ഇതിൽ ഇതേപോലെ കാട്ടാനകളെ പിടിച്ച് നമ്മളെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ ഇതിനെ വളർത്തൂ, എന്നിട്ട് അമ്പലത്തിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ. അതായത് പണം ഇതിൽ ഇപ്പൊ പറയില്ലേ, അച്ഛനമ്മമാർക്ക് പോലും അവർക്ക് പെൻഷൻ അല്ലെങ്കിൽ അവരെ നോക്കില്ല, അവരെ ഏതെങ്കിലും കൊണ്ട് സ്ഥലത്ത് കൊണ്ടിടില്ലേ അല്ലേ? അതുപോലെയാ ഇപ്പൊ ആനയ്ക്ക് വരുമാനമുള്ള കാരണം കൊണ്ട്, ആനയ്ക്ക് ആ ഗാംഭീര്യത്തിലുള്ള കൊണ്ട് നമ്മൾ മാക്സിമം ഭക്ഷണം കൊടുത്ത് ഉത്സവത്തിന് കൊണ്ട് നിർത്തും. അപ്പൊ ആനയ്ക്ക് ഉത്സവത്തിന് മുമ്പ് ഒരു വരുമാനമുണ്ട്. എന്നാൽ ആനയ്ക്കും നല്ല ഭക്ഷണം, ആളുകൾക്ക് താല്പര്യം, പിന്നെ അതിന് കെയറിങ്. ഇപ്പൊ മനുഷ്യന് ഇപ്പൊ എൻ്റെ അമ്മ ഒരു 5 വയസ്സ് വരെ എന്നെ കുളിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ സ്വയം കുളിക്കും. ആന അങ്ങനെയല്ലല്ലോ. ആനന് ഇപ്പോഴും 3-4 പേര് ഡെയിലി എന്നിട്ട് ചകിരിക്കിട്ട് അരച്ച് കുളിപ്പിക്കുക. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, അതിന്റെ ഒരു അനുഗ്രഹം എന്ന് ആലോചിച്ച് നോക്ക്. അമ്മ എന്നെ കുളിപ്പിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു ഇതുപോലെ ഇന്നും ആനേനെ കുളിപ്പിക്കുന്നത് ഒരു 5-6 പേര് പാപ്പന്മാരൊക്കെ ഉരച്ച് വൃത്തിയാക്കി. ഇതൊക്കെ കാട്ടിലെ ആനകൾക്ക് എവിടെ കിട്ടുക? ഇപ്പൊ സാറ് പറഞ്ഞു വരുന്നത്, ഇപ്പം നാട്ടിൽ നമ്മളിങ്ങനെ ഉത്സവ ആചാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ആനപ്രേമികളൊക്കെ ഉള്ളതെന്നാണ്. ആണ്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആരാ ഇത് നേരെ നമ്മൾ തമിഴ്നാട്ടിൽ പോയി നോക്കിയേ, അവര് അങ്ങോട്ട് നോക്കി അവര് പോവും. അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അതാണ് നമ്മൾ ആന എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിങ്ങൾ ഏതൊരു ഫേസ്ബുക്കിലും ഇതൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും ആന ഇഷ്ടപ്പെടുന്ന ആളുകൾ മലയാളികൾ തന്നെയായിരിക്കും. മറ്റുള്ളവരൊന്നും ഉണ്ടാവില്ല. അവർക്കൊക്കെ ഫോളോവേഴ്സ് നോക്കും. നമ്മളെല്ലാം ഫോളോ ചെയ്യണ്ടാവും. ഇൻസ്റ്റാ പേജ് ഇവിടെ ഉണ്ട്, വേറെ എവിടെ ഉണ്ടോ? പിന്നെ അത്രയും 1-2 ആനകൾക്ക് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇപ്പൊ കർണാടകയിൽ ഒരു ആനയ്ക്ക് കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ടേ വരുള്ളൂ. നമ്മൾ അതിനെ സ്നേഹിക്കുമ്പോഴല്ല നമ്മൾ അതിനെ അതുമായിട്ട് ഇതാവണത്. അത് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിലല്ല അതിനോട് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവുക. അതാണ് ഇപ്പൊ നമ്മൾ സിനിമാ നടന്മാരെ എന്തുകൊണ്ട് സ്നേഹിക്കണേ? സിനിമാ നടന്മാര് നമുക്ക് ഒരു കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആകൃഷ്ടരാകുന്നുണ്ട്. അവരോട് നമുക്കൊരു സ്നേഹം, ഒരു ഉള്ളിലൊരു ഇൻട്രസ്റ്റ്, അതാണല്ലോ. അതുകൊണ്ടല്ല നായകന്മാരുണ്ടാവുന്നത്. അതുപോലത്തെ നായകന്മാരാണ് ആനകളും. ഇപ്പൊ അതുപോലെ തന്നെ അവര് പെയ്ഡുമാണ്. ഇപ്പൊ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, ആ രാമചന്ദ്രൻ ഒരു ദിവസത്തെ പ്രോഗ്രാമിന് ഇത്ര രൂപ പെയ്ഡാണ്. അപ്പൊ അതൊരു പവറും അല്ലേ? അന്യന്റെ കയ്യിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് ഇവന് വേണ്ടിയിട്ട് അവർ പെയ്യാൻ തയ്യാറാവുന്ന എന്തുകൊണ്ടാ? അതിനൊരു വാല്യൂ ഉള്ളത് കൊണ്ടല്ലേ. അപ്പം അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ രാമനൊക്കെ പോയി ഒരു ഉത്സവത്തിന് ഏതെങ്കിലും അമ്പലങ്ങളൊക്കെ രക്ഷപ്പെടുന്നത്, ചില അമ്പലങ്ങളൊക്കെ രാമനെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ട് അമ്പലം രക്ഷപ്പെട്ടിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ പിരിവ് കൂട്ടി അവർ സ്ഥലമൊക്കെ മേടിച്ചുള്ള കഥ എനിക്കറിയാം. ഒരു ദേവസ്വക്കാർ, ഒരു ചെറിയ ദേവസ്വം, അവർ വന്നിട്ട് രാമനെ എങ്ങനെയാലും ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ശരിയാക്കി തരൂ, പൈസ ഒന്നും അധികം ഇല്ല. അപ്പൊ ശരി, ഞാൻ അപ്പൊ ദിവസം ബിനോയുടെ അടുത്ത് പറഞ്ഞു, എന്നെ ഇങ്ങനെ സഹായിക്കണം, അവര് അമ്പലം രക്ഷപ്പെട്ടിട്ട്. അത് അവര് അതുപോലെ തന്നെ ആനനെ അവിടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഒരു 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 2 ലക്ഷം രൂപ അങ്ങോട്ട് ആകെ ചെലവിന്റെ കാശ് മാത്രമേ തെച്ചിക്കോ രാമന് കൊടുത്തുള്ളൂ. ബാക്കി 8 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം മേടിച്ചു, അമ്പലത്തിന്റെ മുന്നിലുള്ള സ്ഥലം മേടിച്ചു. അനുഭവമാണത്, നുണ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ജനങ്ങളുടെ ആഗ്രഹങ്ങളാണത്. പിന്നെ ഇതൊന്നും വേണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയില്ലേ. ചില NGO-കളൊക്കെ പറയില്ലേ, ആന ഭയങ്കര പ്രശ്നം, ആനൊന്നും പാടില്ല. ഈ ആന പാടില്ല എന്ന് പറയണത് അത് ഇവിടെ പറയുള്ളൂ. അവർ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടക പോയിട്ട് പറയില്ല ആന പാടില്ല എന്ന്. കാരണം ആളുകൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടല്ല അവരെ.
കുറ്റം പറയുന്നത് ആന പാടില്ല എന്ന് ഒരു തമിഴ്നാട്ടിൽ ഒരു പറയില്ലല്ലോ. അവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം, ആരും മൈൻഡ് ചെയ്യില്ല. ആന വേണ്ടെങ്കിൽ ആന വേണ്ട. കേരളത്തിൽ ആനനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. സംരക്ഷിക്കാതെ ഇരിക്കുന്നത് തെറ്റാ. അതിന് ആവശ്യമായ വെള്ളം, ഭക്ഷണം. നിങ്ങളത് ആലോചിച്ച് നോക്ക്. പനമ്പട്ട എത്ര കിലോ കണക്കിന് പനമ്പട്ട ഡെയിലി വെട്ടി. അതൊരു ഒരു ഒരു ബിസിനസ്സിനപ്പുറം ഒരു ജീവിത മാർഗങ്ങൾ ഓരോരുത്തർക്ക്. ഒരു ആനയോടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ അതും കൂടെ കാണണ്ടേ. ആന പാപ്പാൻ, ആനയുടെ വണ്ടി ഓടിക്കുന്ന ലോറി ഡ്രൈവർ, അതിൻ്റെ ഉടമസ്ഥൻ, പിന്നെ അത് കഴിഞ്ഞ് ഉത്സവത്തിന് പോകുമ്പോൾ അതിൻ്റെ ആനപ്പുറത്ത് കയറുന്നവർ, ആനയുടെ നെറ്റിപ്പട്ടം പണിയുന്നവർ, ആനയ്ക്ക് ചങ്ങല പണിയുന്നവർ, ആനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര്. ഞാൻ ഡോക്ടറല്ലേ, ഞാൻ ആനയുമായി ഇഷ്ടപ്പെടുന്ന ആനയുമായി ജീവിക്കുന്ന ഒരാൾ തന്നെയല്ല. അപ്പോൾ ഓരോ മേഖലയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അമ്പലങ്ങൾക്ക് ആന വേണം, ആന കൊണ്ട് വരുമാനമുണ്ട്, അതുകൊണ്ട് ആന അമ്പലം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ആനയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഇനി ഇതൊന്നും വേണ്ടെന്ന് ചിന്തിക്കുന്ന NGO കളുണ്ട്. അവർക്ക് ഇതിൻ്റെ കാര്യം അറിയില്ല. അവരെപ്പോഴും ഡിഫെൻഡിങ് ആണ് എപ്പോഴും. അതല്ലെങ്കിൽ അവർ NGO ആയിട്ട് നമ്മുടെ കസ്റ്റം ബിലീഫ് ഇതൊക്കെ നശിപ്പിക്കുക. ഇത് നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ പറയുമ്പോൾ, ഈ ബിലീഫിനെ എതിരെ പറയുമ്പോൾ ആളുകൾ നോക്കേ ആള് എന്തോ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഈ പാദരോഗം എന്ന് പറയുമ്പോൾ, ആനയുടെ പാദരോഗം എന്ന് പറയുമ്പോൾ എന്താ? അതായത് ആനയുടെ മെയിൻ ഇപ്പം 4 അപ്പോൾ ഒരു നല്ല BMW വണ്ടി പുതിയതാണ്, ഫ്രഷാണ്. പക്ഷെ ഒരു ടയർ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കഴിഞ്ഞു. അപ്പം ആനയ്ക്ക് അതുപോലെ 4 കാലാണ് ആനയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതിൽ ഇത്രയും വെയിറ്റ് താങ്ങല്ലേ. ഇപ്പോൾ ഒരു 5-6 ടൺ വെയിറ്റ് ആണ് ബെയർ ചെയ്യുന്നത് ഈ കാലിലാണ്. അപ്പോൾ ഒരു ഫോഴ്സ് വരുന്നുണ്ടല്ലോ അവിടെ. അതിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അവിടെ ചിലപ്പോൾ നഖം വീഴുകയോ അല്ലെങ്കിൽ ചെരുപ്പടി പൊട്ടുകയോ ഇഞ്ചുറി വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ഗ്രോത്ത് വരും, ആ ഡാമേജ് വരും. അതാണ് പാദരോഗം എന്ന് പറയുന്നത്. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. കാരണം ഇത്രയും വെയിറ്റ് നേരിട്ടിട്ടല്ലോ 4 കാല്. അപ്പം അങ്ങനെ പാദരോഗങ്ങൾ അത് അവിടെ ഡാമേജ് വരുമ്പോൾ, ഫുട് പാഡിന് ഡാമേജ് വരിക, നഖത്തിന് ഡാമേജ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് പാദരോഗം എന്ന് പറയുന്നത്. ഈ ഇരണ്ടകെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം. അതായത് ബോളസ് ആണ്. ഇങ്ങനെ ഒരു ആനയ്ക്ക് ഒരു 8-9 ബോളസ് ആണ് ഒരുമിച്ച് പോവുക. അതിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസ്സിൽ പത്രം പാക്ക് ചെയ്ത് വരില്ലേ, ആ പാക്ക് ചെയ്ത് വരുന്ന മാതിരിയാണ് ശരിക്ക് കഴിക്കണ എരണ്ട അങ്ങനെ ഉരുണ്ട് വരുന്നത്. അപ്പൊ 1-2-3 എരണ്ട ഒരുമിച്ചായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി, അത് ബിഗ് സൈസായി. അപ്പൊ അത് കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് അപ്പൊ പിന്നെ അതിന്റെ സമയം എടുക്കും. അപ്പൊ അതിന്റെ ഇൻഡസ്ട്രിന്റെ വാള് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പതുക്കെ മൂവ് ചെയ്ത് വരുള്ളൂ. അപ്പൊ അതിന്റെ ചികിത്സാ രീതികൾ, അപ്പൊ അതിന് നമുക്ക് ഭക്ഷണം കൊടുക്കുക. എത്ര സമയം എടുക്കില്ല അത് വരാനായിട്ട്? ഒരു 18 മണിക്കൂറാണ് സാധാരണ കഴിച്ച ഭക്ഷണം പുറത്തു പോകാൻ സമയം എടുക്കുന്നത്. ആ 18 മണിക്കൂറിനുള്ളിൽ അത് വന്നില്ലെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് ആ 4-5 ബോളസ് ഒരുമിച്ചുള്ളത്, വലിയൊരു മാസമാണല്ലോ. അത് പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ തള്ളി വരുന്നതാണ് ഈ എരണ്ടക്കെട്ട് രക്ഷപ്പെടുന്നത്. ചിലത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തെങ്കിലും അസുഖം, ഭക്ഷണം കഴിക്കാന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നിലത്തെ കെട്ടുണ്ടല്ലോ ഓൾറെഡി, അതിന്റെ പുറകിൽ പിന്നെയും തീറ്റയുടെ ബാക്കി വന്ന് വലിയൊരു മാസമായി വന്ന് അങ്ങനെ അത് കുടല് റപ്ചറായിട്ട് ആന ചെരിഞ്ഞു. അപ്പൊ അത് അപകടകാരിയാണ്. അത് വരാതെ നോക്കാന്നുള്ളതാണ്. പെട്ടെന്നുള്ള ഒരു തണുപ്പിക്കൽ, ഇപ്പൊ നന്നായിട്ട് ഒരു എക്സസൈസ് കഴിഞ്ഞ് തണുപ്പിക്കുമ്പോൾ ശരീരത്തിലെ ടെമ്പറേച്ചറിലെ വേരിയേഷൻസ്, പിന്നെ എക്സസൈസ് കുറവ് നടത്തിക്കണം, ഡെയിലി നടത്തിക്കണം. പിന്നെ ഭക്ഷണത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഭക്ഷണം കിട്ടാണ്ട് വന്നിട്ട് പെട്ടെന്ന് ഭക്ഷണം കിട്ടുമ്പോൾ ആക്രാന്തം കൊണ്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ, ഇതൊക്കെ എരണ്ടക്കെട്ടിന് എരണ്ടക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരണ്ട പോവാതിരിക്കുക. ആ പോവാതിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലുപ്പമുള്ള ബോളസിന്റെ 4-5 ഇരട്ടി വലുപ്പം ബോളസ് വരും. ഡോക്ടർ, ഈ ചരിയുന്ന ആനകളുടെ മൃതശരീരം എന്തായിരിക്കും ചെയ്യുന്നത്? സാധാരണ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പുകളിൽ അത് വലിയ ആഴത്തിൽ കുഴിയെടുത്തിട്ട് കുഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോടനാട് അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഒരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വിറക് വെച്ച്, വലിയ വിറകുകൾ കൊണ്ടുപോയിട്ട് കത്തിച്ച് അങ്ങനെ. എത്ര ദിവസം എടുക്കും? അതൊരു 2 ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി, ഗ്യാസും എല്ലാം ടെക്നോളജി വെച്ചിട്ട് പീസ് ആക്കൂല പോസ്റ്റ്മോർട്ടം ചെയ്യും. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കത്തിച്ച് ഭസ്മാക്കിയിട്ട് അത് അവിടെ ഒന്നും അവശേഷിക്കില്ല, എല്ലാം കത്തിച്ച് ഇതാക്കും. ഇപ്പോൾ ഗണേഷ് കുമാർ സാർ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആനകൾ മുറിവുണ്ടെങ്കിൽ അത് തൊട്ട് കാണിക്കും എന്നുള്ള രീതിയിൽ. അത് ശരിയാണ്? ശരിയാണ്. ചില ആനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഡോക്ടറാണെന്നുള്ളൊരു ബോധ്യം ആനയ്ക്കുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യും, ആനയെ കാണുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും. അതുപോലെ തന്നെ മുറിവുകൾ ഡ്രസ് ചെയ്തിട്ടുണ്ടോ, മുൻകാല പരിചയം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആനയ്ക്ക് മനസ്സിലാവും ഇത് ഡോക്ടറാണ്.
മരുന്ന് ചെയ്യാനായിട്ടാണ് വരുന്നത്. കാരണം അവർക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ. കാരണം സ്വന്തം പാപ്പാനെ തിരിച്ചറിയുന്നു, മറ്റുള്ളവർ തിരിച്ചറിയുന്നു, വീട് തിരിച്ചറിയുന്നു. അതൊക്കെ തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ ഡോക്ടറെ തിരിച്ചറിയാനുള്ള കഴിവ് എന്തായാലും അതിനുണ്ടോ. കാരണം നമുക്കറിയാം ആന മയക്കുവെടി കഴിക്കാൻ ചെന്നപ്പോൾ ഒരു കൊല്ലത്ത് ഇപ്പം ഒരു നിലയ്ക്കും അത് അതിൻ്റെ പുറം വശം നമുക്ക് തരില്ല. നമ്മൾ ചെല്ലുമ്പോൾ ആന തിരിഞ്ഞു. ഞങ്ങൾ അതിന്റെ കൊല്ലത്ത് വെച്ചിട്ടുണ്ടായതാ. ഞങ്ങൾ ചെല്ലുമ്പോൾ അത് തിരിഞ്ഞിക്കും. കാരണം ഞങ്ങൾ അതിനെ മയക്കുവെടി കഴിക്കാനും ചെല്ലണമെന്ന് എനിക്കറിയാം. ബാക്കിലാണ് ചെയ്യാമെന്നും എനിക്കറിയാം. അല്ലെങ്കിൽ തിരിഞ്ഞിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേര് രണ്ട് സൈഡിലേക്ക് നടന്നപ്പോഴാണ് ഒരാളതിൽ തോക്ക് പിടിച്ച് നടന്നു, ഒരാള് ഞാൻ ഹൈഡ് ചെയ്ത് നടന്നു. ഹൈഡ് ചെയ്ത് നടന്ന ആളെ ആന ശ്രദ്ധിക്കണില്ല. തോക്ക് പിടിച്ചിറക്കുന്ന ആളെ ശ്രദ്ധിച്ച് ആന തിരിഞ്ഞപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു അറിവാണ്, നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. പിന്നെ എനിക്കറിയാം ഇത് ആനയെ രക്ഷിക്കാനാണ്. ആനയ്ക്ക് നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളെല്ലാം തിരിച്ചറിയുന്ന കാരണം കൊണ്ട് ആന എപ്പോഴും നമ്മളായിട്ടുള്ളൊരു സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഉടമസ്ഥന്റെ അടുത്തൊരു സിങ്ക് ഉണ്ട്. കാരണം പാപ്പാനേക്കാളും പാപ്പാൻ എപ്പോഴും ഉള്ളതല്ലേ. പക്ഷെ ഉടമസ്ഥ വരുമ്പോൾ ഉടമസ്ഥനോട് പ്രത്യേക സ്നേഹം കാണിക്കുക, ഒരു തരം ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ടാവും ഉടമസ്ഥനും ആനയും തമ്മിൽ. ആ അഫെക്ഷന്റെ ഭാഗത്തിൽ തന്നെയാണ് എന്താ മോനെ വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ വല്ല മുറിവണിയെ കാണിച്ചിട്ട് അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. അടിയുടെ പാട് അവിടെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഉടമസ്ഥൻ തപ്പി വെക്കുമ്പോൾ അവിടെ ചെറിയ കല്ലപ്പ് കാണാം. ആ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. അത്രയും നല്ല കീനായിട്ടുള്ള ഒബ്സർവേഴ്സും കൂടി ആയിരിക്കും. ഈ ലോറിയിൽ കൊണ്ടുപോകുന്ന അണികൾക്കുണ്ടല്ലോ വേണ്ടത്ര വ്യായാമം കിട്ടിയില്ലെങ്കിൽ അതെങ്ങനെയാ? അതാണ് നേരത്തെ പറഞ്ഞ അരണ്ടക്കെട്ടൊക്കെ വരാനുള്ള മെയിൻ കാരണം. ലോറിയിൽ കിടന്ന് ഇങ്ങനെ കുലുങ്ങല്ലേ. നമ്മൾ തന്നെ ബസ്സിലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ എത്ര നേരം നിന്ന് പോകും, നമുക്ക് അതിന്റെ ഡിസ്കംഫർട്ട് അറിയാലോ. അതെന്തായാലും ആനിക്കുണ്ടാവുമല്ലോ. ഇത്രയും വലിയ ശരീരം ഒരു മാസം ഇങ്ങനെ ആട്ടി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അത്ര കൂടുതൽ ദൂരം കൊണ്ടുപോകാൻ പാടില്ല. അല്ലല്ല, 60 കിലോമീറ്ററിൽ കൂടുതലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ നിയമം അനുശാസിക്കുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നെ നന്നായാന്. ഇത് പറച്ചിലെല്ലാം പറയുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ എന്താ നടക്കണം നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ആരും അത് മോണിറ്റർ ചെയ്യുന്നില്ലല്ലോ. ആന എവിടെന്നാ വരുന്നത് എന്താ വരുന്നത് നമുക്കറിയില്ല. അപ്പൊ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ 60 കിലോമീറ്റർ ഒറ്റയടിക്ക് സ്ട്രെച്ചിൽ വന്നുകൂടാന്നില്ല. കാരണം എല്ലാം ഇന്നത്തെ ഒരു ലോകത്തിൽ നമുക്ക് ഇതിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉടമസ്ഥൻ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ പാപ്പാൻ വിചാരിക്കണം, അല്ലെങ്കിൽ ലോറി ഓടിക്കുന്ന ലോറിക്കാരൻ വിചാരിക്കണം ഈ ആനന് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പാടില്ല, റെസ്റ്റ് കൊടുക്കണം. കാരണം അത് എൻ്റെയും കൂടി അന്നാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു ഭക്ഷണം അവനെയും കാറ്റർ ചെയ്യുന്നുണ്ടല്ലോ ആന. അപ്പൊ ആനേനെ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ കൊണ്ടുപോകുന്ന ആളുകൾ വിചാരിക്കണം. സ്വയം തീരുമാനിച്ചാൽ മാത്രമേ നിയമം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നടക്കുന്ന കാര്യമല്ല. അവര് തന്നെ വിചാരിക്കണം എൻ്റെ ആനന് ഇത്ര കിലോമീറ്റർ കൂടുതൽ കൊണ്ടുപോയി അത് അപകടമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ മക്കളെ ഒറ്റയ്ക്ക് വിടില്ലല്ലോ. 3 വയസ്സായ 4 വയസ്സായ കുട്ടീനെ നിങ്ങൾ ടൗണിൽ പോയിട്ട് വരാൻ പറയില്ലല്ലോ. എൻ്റെ മകനൊരു അപകടം പറ്റുന്നത് ഞാൻ ചിന്തിക്കുന്ന ആരോടെയും വിടില്ല, ഞാൻ കെയർ ചെയ്യില്ലേ. അതുപോലെ ഒരു ആനേനെ ശ്രദ്ധിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഉടമസ്ഥരും പാപ്പാനും ആ ലോറി ഡ്രൈവറും തയ്യാറാവണം. എന്നാൽ മാത്രമേ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത്ര കിലോമീറ്റർ എൻ്റെ ആനേനെ കയറ്റിയാൽ മതി എന്ന് തീരുമാനിക്കണം. അല്ലാതെ അവിടെ 100 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് പരിപാടി എടുത്ത് തിരിച്ച് അടുത്ത പരിപാടി എടുക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് എന്തായാലും പറ്റിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽപ്ലെസ്. ഈ പിടിയാനയ്ക്ക് മെൻസസ് ആവോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതൊരു ബ്രീഡബിൾ ആയിട്ടുള്ള എല്ലാത്തിനും അതിൻ്റെതായ ഒരു സൈക്ലിക് ഇതാണ്. മെൻസസ് വരുന്ന സമയത്താണ് ഡിസ്ചാർജ് വന്ന് ആ സമയത്താണല്ലോ മീറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അത് ഏത് മൃഗമായാലും പശുവായാലും ആടായാലും ആനയായാലും ആനകൾക്ക് സൈക്ലിക്ക് ഇപ്പൊ പശുവിലൊക്കെ ആണെങ്കിൽ 21 ദിവസം സൈക്കിളാണ്. അപ്പൊ അതുപോലെ 21 ദിവസത്തിൽ വരില്ല. അതൊരു കൊല്ലത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ മാക്സിമം ആണ് സൈക്കിളിക്ക് വരിക. ഈ ഒരു ചെറിയൊരു കമ്പ് കൊണ്ടാണ് ഇത് നമ്മൾ പാപ്പന്മാരൊക്കെ ആ ഒരു ആനേനെ ശരിക്കും പറഞ്ഞാൽ നിലക്ക് നിർത്തുന്നത്. അതിന്റെ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയായിരിക്കും അതിന്റെ ഒരു സൈക്കോളജി ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആന ഭയങ്കര പാവമായിട്ടുള്ള ജീവിതം. ഭക്ഷണം തന്നെ നമ്മളൊരു കാർണിവോറയുടെ ക്യാരക്ടർ അല്ല, ഹെർബിവോർ ക്യാരക്ടറാണ്. ഒരു ചെറിയ വടിക്കമ്പ് മതി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതൊരു 4-5 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യ കുഞ്ഞിന്റെ ബുദ്ധി അതിനുണ്ട്. അപ്പൊ നമ്മളൊരു വടിക്കമ്പ് കാണിച്ച് കുട്ടീനെ പേടിപ്പിച്ചാൽ ആ കുട്ടിയെ പേടിക്കുമല്ലോ, അത്ര തന്നെ. അപ്പൊ അതനുസരിക്കാനും എപ്പോഴും കാരണം വെച്ചാൽ അതിനപ്പുറം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ചുമന്റെ അപ്പുറത്ത് ചിന്തകൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനകത്ത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അത് എപ്പോഴും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. ഈ വെജിറ്റബിൾ ആണല്ലോ. ഈ ഹെർബിവോറസ് എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ. അവർക്ക് സ്നേഹിക്കാൻ അറിയുള്ളൂ, ഗ്രൂപ്പായിട്ട് നിൽക്കാൻ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് അവരൊരിക്കലും ഒരു വടിക്കമ്പ് കിട്ടിയാലും അവരത് അനുസരിക്കാനായിട്ട് കമാൻഡ് ഹിയർ ചെയ്യാനും അത് ഒബേ ചെയ്യാനും തയ്യാറായി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇരിക്കാനായിട്ട് ആന അങ്ങനെ ഞൊടിച്ച് ചുമച്ചു, ഒരു ചുമ കൊണ്ട് തന്നെ ആന ഇരിക്കാൻ പറഞ്ഞു, ഒരു ചുമച്ചാൽ മതി ആന ഇരിക്കും. അതായത് ഒരു ട്രെയിനിങ്ങിൻ്റെ അത്രയും പാവാണ് അവർ. ആനയെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ നമ്മൾ ആനയെ ഇഷ്ടപ്പെടുന്നത്.
മറ്റുള്ള മൃഗങ്ങളുടെ മാതിരിയല്ല. ആനയ്ക്ക് ആനയുടേതായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആന നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ആനയെ ഇഷ്ടപ്പെടുന്നു, ആന നമ്മൾ മനസ്സിലാക്കുന്നു. ആനനെ അറിഞ്ഞു കയറാനായിട്ട് തയ്യാറാവണം. ആനനെ അറിയാത്തതാണ് ആനയുടെ ഉടമസ്ഥനെയും പാപ്പാന്റെയും പരാജയം. ഈ നാടനടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളെപ്പോഴും എപ്പോഴും പാപ്പാൻ മധ്യവർത്തിയാണ്. പാപ്പാൻ ഇല്ലാതെ നമ്മൾ ആനയ്ക്ക് ഒരു ഭക്ഷണം കൊടുക്കരുത്. അതാണ് ആദ്യത്തെ കാര്യം. പാപ്പാന്റെ അനുവാദത്തോടു കൂടി പാപ്പാൻ അറിഞ്ഞുകൊണ്ട് വേണം ആനയ്ക്ക് ഭക്ഷണം. കാരണം ആന, ഞാൻ പറഞ്ഞില്ലേ, ഒക്കത്തിരിക്കുന്ന ഒരു 4 വയസ്സ് 3 വയസ്സ് കുട്ടിയുടെ അമ്മയുടെ ഒക്കത്തിരിക്കണ മാതിരിയാണ് പാപ്പാന്റെ ഒക്കത്തിരിക്കണ മാതിരിയാണ് ആന ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇടിച്ചു കയറി ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ടല്ലോ, അമ്മോട് ചോദിച്ചിട്ട് വേണം എന്ന് പറഞ്ഞ മാതിരി അതുപോലെ ആനയുടെ എന്ത് കൊടുക്കണമെങ്കിലും അത് പാപ്പാനോട് ചോദിച്ചിട്ട് വേണം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോ ആന ഒരു ഭീകര ജീവി അല്ല. ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നേ നമ്മുടെ ആളുകൾ അതിനെ ഒഴിവാക്കിയാനെ. ഞാനല്ല, നമ്മുടെ നാട്ടിലെ കാലങ്ങളായിട്ട് ആളുകൾ ഒഴിവാക്കില്ലേ. തൃശ്ശൂർ പൂരത്തിന് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആന അവിടെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭീകരജീവിനെ ആരെങ്കിലും കൊണ്ട് ചെയ്യുമോ? ഭീകരജീവി എന്ന് പറയണത് ആ ഭീകരത അതിനെ പുറത്തേക്ക് കാണിക്കുക മാധ്യമങ്ങളിലൂടെ. ഇത് സത്യമായി അത് കാണിക്കുന്നതാ. ഇപ്പൊ എന്താ പറയാ, നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാർലി ചാപ്ലിൻ തമാശക്കാരന്. സിനിമയില് ഒരുപാട് ഭീകര ഇത് കാണിക്കുന്നവര് സത്യത്തില് പാവങ്ങളാ. കീരിക്കാടൻ ജോസിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കീരിക്കാടൻ ജോസിനെ ഭയങ്കര ഭീകരമായിട്ട് അയാൾ പച്ച പാവാ. അപ്പൊ അത് നമ്മൾ അറിയുന്നതും കാണുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. റിയാലിറ്റിയില് ആനകൾ പച്ചപ്പാവാണ്. ആനകൾ ഉപദ്രവിക്കില്ല. എത്രയോ ആനകൾ ഇവിടെ തൃശ്ശൂർ ടൗണിൽ അങ്ങോട്ടും കിടന്ന് നടക്കുമ്പോൾ ആനകൾ ആനയുടെ വഴിക്ക് പോകണം, നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. ആന പാപ്പാൻ പറഞ്ഞത് കേട്ടങ്ങ് നടക്കണം. ആനയ്ക്ക് വേറെ ഇതില്ല. പിന്നെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നിവൃത്തിയില്ല. അത് നമ്മുടെ കൺട്രോളിലല്ല നിൽക്കണത്. ആ ഡിസ്റ്റർബൻസ് വരാതെ നോക്കുക എന്നുള്ളതാണ്. ആ ആനയും പാപ്പാനും പൊതുജനങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പൊതുജനങ്ങളുടെ ആനയും ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവര് നമുക്ക് വേണ്ടതാണ്, നമുക്ക് നാളേക്കും കൂടി വേണ്ടതാണെന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ ആന നിലനിൽക്കും, ഉത്സവങ്ങൾ നടക്കും. ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്ക് പൂരം നടക്കണമെങ്കിൽ ആനകൾ വരണം. അപ്പൊ ആനകൾ ഇപ്പൊ വരുന്നില്ല. അപ്പൊ ഗവൺമെന്റ് വിചാരിക്കണം ആന വരണം എന്നുള്ളത്. അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു NOC കൊടുക്കേണ്ട പ്രശ്നമുള്ളല്ലോ, അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായി കഴിഞ്ഞാൽ ആനകൾ ഇവിടെ വരും. ആനകൾ വന്നാൽ പൂരത്തിന് ആനകൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ കൾച്ചറും ട്രഡീഷനൊക്കെ നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ ഒരു ഐക്കണാണല്ലോ. തൃശ്ശൂർ പൂരം തൃശ്ശൂരിന്റെ ഐക്കണാണ്. അത് നിലനിൽക്കണമെങ്കിൽ ആന വേണം. ഞാൻ ആന വരാൻ വേണ്ടി ഒരുപാട് പിന്നാലെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് നടക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ ആന ഇവിടെ എന്തായാലും എത്തും. അത് ഉറപ്പാ. നന്ദി, ഒരുപാട് നന്ദി.